ഫ്ലവേഴ്സ് ടിവി ഇപ്പോൾ യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഉടൻ തന്നെ ഫ്ലവേഴ്സ് കോമഡി യൂട്യൂബ് ചാനലിൽ ജോയിൻ ചെയ്യുക. വയനാട് പൂക്കോട് വെറ്ററിനറി കോളേജ് മുൻ ഡീനിനെയും മുൻ അസിസ്റ്റന്റ് വാർഡനെയും തിരിച്ചെടുത്തു. ഇന്ന് യൂണിവേഴ്സിറ്റിയിൽ ചേർന്ന മാനേജ്മെന്റ് കൗൺസിലിലാണ് ഈ തീരുമാനമുണ്ടായത്. വിവരങ്ങളുമായി സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്ന്. സുർജിത്ത്, വിവരങ്ങൾ. ഇതുമായി ബന്ധപ്പെട്ട് ഡീൻ നാരായണനെയും അതോടൊപ്പം തന്നെ അസിസ്റ്റന്റ് വാർഡനായിട്ടുള്ള ആർ കാന്തനാഥനെയുമാണ് തിരിച്ചെടുത്തിരിക്കുന്നത്. 6 മാസം സസ്പെൻഷൻ കാലാവധി പൂർത്തിയായതിനെ തുടർന്നാണ് പാലക്കാട് തിരുവിഴാംകുന്ന് കോളേജ് ഓഫ് ഏവിയൻ സയൻസ് ആൻഡ് മാനേജ്മെന്റിലേക്കാണ് ഇരുവർക്കും നിയമനം നൽകിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സിറ്റിയിൽ ചേർന്ന മാനേജ്മെന്റ് കൗൺസിൽ യോഗത്തിലാണ് ഇത് ഹൈക്കോടതിയിലുള്ള പരിഗണനയിലുള്ള വിഷയമാണെന്ന് ചൂണ്ടിക്കാട്ടി അച്ചടക്ക നടപടിക്ക് കൂടുതൽ നടപടി വേണ്ടെന്ന തീരുമാനത്തിലേക്ക് എത്തിയത്. അതേസമയം യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ KS അനിൽ, T സിദ്ദിഖ് MLA, ഫാക്കൽറ്റി ഡീനായിട്ടുള്ള K വിജയകുമാർ, അധ്യാപക പ്രതിനിധി PT ദിനേശ് എന്നിവർ മാനേജ്മെന്റ് കൗൺസിൽ ഈ തീരുമാനത്തിൽ വിയോജിപ്പ് അറിയിക്കുന്ന ഒരവസ്ഥയും ഉണ്ടായിട്ടുണ്ട്. അച്ചടക്ക നടപടികളിലേക്ക് കടക്കണമെന്നാണ് 4 പേര് ശുപാർശ ചെയ്തത്. 12 പേരുടെ പിന്തുണയോടെ കൂടിയാണ് ഈ സ്ഥലം മാറ്റ തീരുമാനം അംഗീകരിച്ചിരിക്കുന്നത്. അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്ന് താൻ ശുപാർശ ചെയ്തെങ്കിലും ഭൂരിപക്ഷ അഭിപ്രായം മാനിച്ചാണ് ഈ തീരുമാനം എടുത്തതെന്ന് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ കൂടിയായിട്ടുള്ള KS അനിൽ പറയുകയുണ്ടായി എന്നുള്ളതാണ് യോഗത്തിൽ നിന്ന് വ്യക്തമാകുന്ന വിവരം. കോളേജ് മാറിയാലും സിദ്ധാർത്ഥന്റെ മരണത്തെ തുടർന്നുള്ള അച്ചടക്ക നടപടി ബാധകമാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് അദ്ദേഹം ഈ യോഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട തീരുമാനം അടുത്ത ദിവസം തന്നെ ഗവർണർക്ക് അയക്കാനുള്ള നിലപാടാണ് എടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ഫെബ്രുവരി 18-നാണ് കോളേജിൽ വെച്ച് ആൾക്കൂട്ട മർദ്ദനത്തിനിരയായി സിദ്ധാർത്ഥൻ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. യൂണിവേഴ്സിറ്റി നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിലും അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലും ഡീൻ MK നാരായണനും അസിസ്റ്റന്റ് വാർഡനായിട്ടുള്ള ആർ കാന്തനാഥനും കുറ്റക്കാരെന്ന് കണ്ടെത്തിയിരുന്നു. കഴിഞ്ഞ 7 മാസമായി ഇരുവരും സസ്പെൻഷനിലാണ്. സസ്പെൻഷൻ കാലാവധി അവസാനിച്ചതോടെ ഇരുവർക്കും വീഴ്ച പറ്റിയെന്നും 45 ദിവസത്തിനുള്ളിൽ മാനേജ്മെന്റ് കൗൺസിൽ ചേർന്ന് എന്തു നടപടിയെടുത്തെന്ന് അറിയിക്കണമെന്നും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആവശ്യപ്പെട്ടിരുന്നു. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് മാനേജ്മെന്റ് കൗൺസിൽ യോഗം ചേർന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ ആർ കാന്തനാഥൻ യൂണിവേഴ്സിറ്റി നടപടിക്രമം പാലിക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഈ ഹൈക്കോടതി ഹർജി ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ചിരുന്നു. ഇതും പരിഗണിച്ചാണ് ഇപ്പോൾ സ്ഥലം മാറ്റി ഇരുവരെയും തിരിച്ചെടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നത്. സുർജിത്ത് അയ്യപ്പത്താണ് വയനാട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. വയനാട് പൂക്കോട് വെറ്ററിനറി കോളേജ് മുൻ ഡീനിനെയും മുൻ അസിസ്റ്റന്റ് വാർഡനെയും തിരിച്ചെടുത്തു.